1998 ശബരിമല ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞ ചെന്നൈയിലെ JNR ജ്വല്ലേഴ്സിൽ പരിശോധനയുമായി SIT സംഘം. തനിക്കറിയാവുന്ന കാര്യങ്ങൾ SITയോട് പറഞ്ഞെന്ന് സ്ഥാപനത്തിന്റെ ഉടമയുടെ മകൻ ജഗന്നാഥൻ 24നോട് പറഞ്ഞു. അന്ന് സ്വർണം പൂശിയ തൊഴിലാളികൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നും ജഗന്നാഥൻ പറഞ്ഞു. Yeah, they asked me whether I know the process. I told I know the process and explained on the process. And they asked me, have I been there during the work? Yeah, 10-15 days I was there. I told them I was there around 10-15 days. And they asked me about any officers present from Devasam Board or any officers from UB Group. Few names who all I know from UB Group, I told who was there with me when the entire process, I told them. And they told me that they are no more. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, ഇത്രയും വർഷങ്ങളായതുകൊണ്ട് തന്നെ JNRൽ നിന്ന് രേഖകളൊന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൂടുതൽ ഇടങ്ങളിലേക്ക്, കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് SIT. ഈ SITയുടെ പുതിയ നീക്കങ്ങൾ എങ്ങനെയാണ്? ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് റഹീസ്? കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഈ SIT സംഘം ചെന്നൈയിലേക്ക് എത്തിയത്. പ്രധാനമായിട്ടും ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ മന്ത്ര ഔട്ട്ലെറ്റിലാണ് പരിശോധന നടത്തിയിരുന്നത്. ഇന്നലെയും അതിനു മുന്നത്തെ ദിവസവും ഒക്കെ സ്മാർട്ട് ക്രിയേഷൻസിൽ രാത്രിയോളം പരിശോധന നടത്തി. രാവിലെ ഏതാണ്ട് 7 മണിക്ക് മുമ്പ് എത്തുന്ന അന്വേഷണ സംഘം രാത്രി 7 മണി കഴിഞ്ഞാണ് മടങ്ങിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 1998 വിജയ് മല്യ സ്വർണം പൂശാനായി ഏൽപ്പിച്ചിരുന്ന ഈ ജ്വല്ലറി ഔട്ട്ലെറ്റിലേക്ക്, അന്ന് ഇതൊരു ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയിരുന്നില്ല, മറ്റൊരു സ്ഥാപനമായിട്ട്, വലിയൊരു സ്ഥാപനമായി പ്രവർത്തിച്ചിരുന്നതാണ്. അതിനുശേഷമാണ് ഇത് JNR ജ്വല്ലേഴ്സ് ആയി മാറിയത്. അപ്പോൾ ആ ഔട്ട്ലെറ്റിലാണ് പ്രധാനമായിട്ടും ഇന്ന് രാവിലെ അന്വേഷണ സംഘം എത്തിയത്. SIT സംഘം 11 മണിയോടെ ഇവിടെ എത്തുന്നു. പിന്നീട് ചില പരിശോധനകളൊക്കെ ഇവിടെ നടത്തുന്നു. പ്രധാനമായിട്ടും ഇയാളോട് സംസാരിക്കുക മാത്രമാണ് ഈ ജ്വല്ലറിക്കുള്ളിൽ ചെയ്തിട്ടുള്ളത്. ജ്വല്ലറി ഉടമ നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു. ഇയാളുടെ മകൻ ആണ് ഇവിടെ ഉള്ളത്. ജഗന്നാഥനുമായി സംസാരിക്കുന്നതിനിടയിൽ അന്നത്തെ രേഖകൾ എന്തെങ്കിലും ലഭ്യമാണോ എന്നാണ് SIT പ്രധാനമായിട്ടും തിരക്കിയത്. പക്ഷെ ആ രേഖകൾ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം വർഷങ്ങളായി, ഏതാണ്ട് 30 വർഷത്തോളൊക്കെ അടുത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രേഖകൾ അവിടെ ഇല്ല എന്ന് അദ്ദേഹം അറിയിക്കുന്നു. പിന്നീട് അന്ന് നടന്ന കാര്യങ്ങൾ, ഈ ഇദ്ദേഹത്തിന് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെയുമാണ് SIT സംഘം പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. അതിന് പിന്നാലെ തന്നെ കാര്യങ്ങളൊക്കെയും എഴുതി തയ്യാറാക്കി ഈ ജഗന്നാഥനിൽ നിന്ന് ഒപ്പിട്ട് മടങ്ങുകയാണ് ചെയ്തത്. പ്രത്യേക അന്വേഷണ സംഘം ഒരുപക്ഷെ ഇന്ന് ചെന്നൈ വിട്ടേക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. 2 ദിവസം ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്ന പരിശോധനയിലും പ്രത്യേകിച്ച് പല രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഡോക്യുമെന്റുകൾ പലതും, രസീപ്റ്റുകൾ അടക്കം പലതും ഇല്ല എന്നുള്ള വിവരം ഇന്നലെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് ഇന്നലെ കുറച്ചുകൂടി അധിക സമയം സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന തുടർന്നിരുന്നു. അതിന് പിന്നാലെയാണ് JNRലേക്ക്. ചെന്നൈയിൽ പ്രധാനമായും സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിനപ്പുറത്തേക്കുള്ള ചില വിവരശേഖരണങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.